എൻ്റെ പേര് ഫാദർ വിൽസൺ മുട്ടത്തുകുന്നേൽ. വെലങ്ങാട് ഫൊറോന പള്ളിയിലെ സെൻറ്റ് ജോർജ് ഫൊറോന പള്ളിയിലെ വികാരിച്ചനാണ്. 29-ാം തീയതി രാത്രിയിൽ പാതിരാത്രിയിൽ ഇവിടെ വെലങ്ങാടുള്ള യുവജനങ്ങളാണ് എന്നെ വിളിച്ചറിയിച്ചത്. ഏകദേശം രാത്രി 12:50 അച്ഛാ ഇവിടെ ഉരുൾ പൊട്ടിയിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ കൈവിട്ട സ്ഥിതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അച്ഛൻ വേഗം വരണമെന്ന് അറിയിച്ചുകൊണ്ട് അവരെ എന്നെ വിളിക്കുകയുണ്ടായി. ഇവിടെ വെലങ്ങാട് 2019 ഉരുൾപൊട്ടലിലും അന്ന് 4 പേര് മരണപ്പെടുകയുണ്ടായി. അതിനുശേഷം ഇവിടെ വെലങ്ങാട് റെസ്ക്യൂ ടീം എന്ന് പറഞ്ഞുകൊണ്ട് യുവാക്കന്മാരുടെ നല്ലൊരു ടീമുണ്ട്. അപ്പോൾ അവരാണ് എന്നെ വിളിച്ചറിയിച്ചത്. ഏകദേശം ഞങ്ങൾ 12:50 ഞാൻ വരികയും അന്നേരം ഞാൻ വരുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ അതിഭീകരമായ കാഴ്ചയായിരുന്നു. ഞങ്ങളുടെ വളരെ സുന്ദരമായ ഈ പുഴയിൽ അതിഭയങ്കരമായ ജലപ്രളയവും ജനങ്ങളെല്ലാം കുറേ പേരെങ്കിലും എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു അവസ്ഥാവിശേഷത്തിലായിരുന്നു. ഞങ്ങൾ 1 മണിയോടുകൂടി ഇവിടെ പള്ളിയുടെ പാരിഷുകളിൽ ആദ്യത്തെ ക്യാമ്പ് ആരംഭിക്കുകയും വെലങ്ങാട് അങ്ങാടിയിൽ ഉറങ്ങിക്കിടന്നിരുന്ന അവിടെ റൂമുകളിൽ ആയിരുന്ന അവിടെയുള്ള സ്വദേശികളും അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യക്കാരുമായിട്ടുള്ള ആൾക്കാരെ ഞങ്ങളിവിടെ പള്ളി പാരിഷുകളിൽ ഞങ്ങളവരെ പുനരധിവസിപ്പിച്ചതിന് ശേഷം ഞങ്ങൾ ഇവിടെയുള്ള രോഗികളായിട്ടുള്ളവരെ സുരക്ഷാ കേന്ദ്രങ്ങളിലേക്ക് രക്ഷിക്കുവാനായിട്ട് ഞങ്ങൾ പുറപ്പെടുകയായിരുന്നു. ചെറുപ്പക്കാരുടെ ശക്തമായ സഹകരണമുള്ളത് കൊണ്ട് തന്നെ ഞങ്ങളന്ന് രോഗികളായിട്ടുള്ളവരെയും സ്ത്രീകളെയും കുട്ടികളെയൊക്കെ സുരക്ഷയ്ക്കായിട്ട് നല്ല മേഖലയിലേക്ക് മാറ്റുകയും ആണ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ രാത്രിയോടുകൂടി 2:30 ഞങ്ങൾ അറിയുന്നത് മഞ്ഞച്ചീളി എന്ന് പറഞ്ഞ സ്ഥലത്ത് വളരെ ഭീകരമായ ഉരുൾപൊട്ടലുകളുണ്ടായി. അവിടെ മാത്യു മാഷിനെ കാണാതെയായിട്ടുണ്ടെന്ന് അറിയുകയും ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാനുള്ള മാർഗ്ഗതടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഏകദേശം 3:30 ഞങ്ങൾ അവിടെ ചെല്ലുകയാണ് ഉണ്ടായത്. ഞങ്ങളവിടെ ചെല്ലുന്ന അവസരത്തിൽ ഭീകരമായ കാഴ്ച തന്നെയായിരുന്നു. റോഡ് നിറച്ചും ഇലക്ട്രിക് പോസ്റ്റുകൾ ഒടിഞ്ഞു കിടക്കുന്നു. അതുപോലെ തന്നെ റോഡ് നിറച്ച് ഉരുൾപൊട്ടലിൻ്റെ ചെളിയും മരക്കഷ്ണങ്ങളുമാണ്. എങ്കിലും ഞങ്ങളവിടെ എത്തുകയും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന യുവാക്കന്മാർ അവിടെ വീടുകളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ തൊട്ടടുത്ത കൂടുതൽ സുരക്ഷിതമായ ഭവനത്തിലേക്ക് അവരെ മാറ്റുകയും ചെയ്തു. പിന്നീട് നേരം വെളുക്കോളം ഞങ്ങൾ ഇവിടെ തന്നെ ഈ രക്ഷാപ്രവർത്തനങ്ങളുണ്ടായിരുന്നു. നേരം വെളുത്ത് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ നടന്ന ഭീകരമായിട്ടുള്ള അവസ്ഥാവിശേഷത്തെപ്പറ്റി ഏകദേശം ഒരു ഐഡിയ ഞങ്ങൾക്ക് ലഭിക്കുന്നത്. അതിഭീകരമായിരുന്നത് ഒരു മനുഷ്യായുസിൻ്റെ അധ്വാനമാണ് ഒരു രാത്രി 12:30 മുതൽ പുലർച്ചെ 6 വരെയുള്ള വിവിധ ഉരുൾപൊട്ടലുകളുടെ ഇവിടുന്ന് നഷ്ടമായത്. ദുരന്തഭൂമിയായ വിലങ്ങാട്ടേക്ക് ഒഴുകുകയാണ് രാഷ്ട്രീയ നേതാക്കളും ഭരണകർത്താക്കളും. എന്നാൽ പലരും കണ്ടും കേട്ടും പോകുന്നിടത്ത് നിസ്സഹായരായി പോയ ജനതയെ സഹായിക്കാൻ ഒപ്പമുണ്ടെന്ന് വാഗ്ദാനം ചെയ്യുന്നവർ ചുരുക്കം. നിരവധി തവണ വിലങ്ങാടും ഉരുൾപൊട്ടിയ മഞ്ഞക്കുന്നിലും ഓടിയെത്തിയ ഷാഫി പറമ്പിൽ MP ഈ വിഷയം ലോക്സഭയിൽ ഉന്നയിക്കുകയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ നേടുകയും ചെയ്തു. Thank you, Speaker sir, for this opportunity. So we all know about the devastating experience of landslides in Wayanad. Sir, on the same day, same night, Velangad of my constituency also experienced a massive landslide, sir. 150 houses was destroyed. They lost everything but life. Sir, Matthew Kolathingal, affectionately known as Matthew Mash of that area, he drowned away in the landslide, sir. So many farmers have lost everything. We request a special package for Velangad, sir. It's a necessity. I urge the government to declare a special package for Velangad, sir. വിലങ്ങാടെത്തിയ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞതും ആ ഉറപ്പ് തന്നെയായിരുന്നു. മാത്രവുമല്ല, തകർന്നുപോയ വീടുകൾ പുനരുദ്ധരിക്കാനുള്ള സഹായവും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. ഇതിൻ്റെ അകത്ത് വലിയ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. നിരവധി വീടുകൾ തകർന്നിട്ടുണ്ട്, 9 പാലങ്ങൾ തകർന്നിട്ടുണ്ട്. അതെല്ലാം പുനഃസ്ഥാപിക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങളും നിരന്തരമായി നാട്ടുകാരെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ പാലം റെഡിയാക്കി എടുക്കുന്നത് ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഒരു സമഗ്രമായി പഠിച്ച്
ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച് അത് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും. കൂടുതൽ വീടുകൾ നിർമ്മിക്കണമെങ്കിൽ നമ്മളൂടി സഹായിക്കും. ഇപ്പോൾ 2019 നമുക്കൊരു വീടുകൾ പോയിരുന്നു. നമ്മളൊരു 11 വീട് പള്ളിയുടെ നേതൃത്വത്തിൽ താഴെ ആ പാലത്തിൽ നമ്മൾ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. പള്ളിയിൽ നിന്ന് സ്ഥലം മേടിച്ച് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. നമ്മൾ കൂടുതൽ വീടുകൾ വേണമെങ്കിൽ നമ്മളോട് സഹായിക്കും ഉറപ്പായിട്ടും. MP 20 വീട് ഷാഫി പറമ്പിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ കൂടുതൽ വീടുകൾ വേണമെങ്കിൽ ഞങ്ങളോട് അത് സഹായിക്കും. ഞാൻ പിതാവിനോടും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ മൊത്തം ഞങ്ങൾ കണക്കെടുക്കുമ്പോൾ ഒരു 100-നടുത്ത് വീട്. കാരണം ഈ പുഴയുടെ സൈഡിൽ കൂടെ നിൽക്കുന്ന ഈ മണ്ണൊക്കെ പോയത് അടുത്ത മഴയ്ക്ക് ആ വീടടക്കം നമ്മളോട് സഹകരിക്കുക അതുമായിട്ട് തീർച്ചയായിട്ടും. ഇവിടെ ഏകദേശം 10 വീടുകൾ, ഏകദേശമല്ല 10 വീടുകൾ നിശേഷം തകർന്നു പോവുകയും അതുപോലെ തന്നെ 24ഓളം വീടുകൾ ഭാഗികമായിട്ട് തകരുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഏകദേശം 74ഓളം വീടുകൾ ജനവാസയോഗ്യമല്ലാത്ത തകർന്നിട്ടില്ല എങ്കിൽ പോലും ഉരുൾപൊട്ടലിൽ തകർന്ന അവസ്ഥാവിശേഷത്തിലുമുണ്ട്. പിന്നെ ഞങ്ങൾ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം, ഇവിടെ ഏകദേശം 430 ഏക്കറോളം കൃഷിസ്ഥലങ്ങൾ നശിച്ചുപോയി. വളരെയധികം ആൾക്കാരുടെ ആടുമാടുകൾ, പിഗ് ഫാമിലെ പന്നികളെ നഷ്ടപ്പെട്ടു, മൃഗങ്ങളെ നഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു വലിയ ഒരു തകർച്ചയുടെ അല്ലെങ്കിൽ ഒരു ദുരന്തത്തിൻ്റെ കാഴ്ചകളായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നീട് ഇവിടെ ഞങ്ങൾക്ക് വന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ആൾക്കാർ വളരെ ജാഗ്രതയോടുകൂടി വർദ്ധിച്ചതുകൊണ്ട് ആൾക്കാരെ ഒത്തിരി പേരെ ഞങ്ങൾക്ക് രക്ഷിക്കുവാനായിട്ട് സാധിച്ചു. അതല്ലാതെ വരുന്ന പക്ഷം ഒരു 100-നും 150-നും ഇടയ്ക്കെങ്കിലും ആൾക്കാർ ഒരുപക്ഷെ ജീവഹാനി സംഭവിക്കാമായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് മാത്യു മാഷിൻ്റെ മാത്രം രക്തസാക്ഷ്യത്തിലൂടെ ഈ ജനതയെ രക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചത്. ദൈവത്തിന് പ്രത്യേകമായിട്ട് ഞങ്ങൾ നന്ദി പറയുകയാണ്. ഇനിയും ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രത്യേകമായ പ്രാർത്ഥനകളും സഹായങ്ങളും സഹകരണങ്ങളും പ്രത്യേകമായിട്ട് ആവശ്യമുണ്ട്. ഞങ്ങളിവിടെ നമുക്കെല്ലാവർക്കും ഒന്ന് ചേർന്ന് കൈകോർക്കാം വെലങ്ങാടിൻ്റെ സമഗ്രമായ വളർച്ചയ്ക്കും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ജനതയുടെ ഒരു തിരിച്ചുവരവിനുമായിട്ട്.